വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലോകത്തിലുള്ള എല്ലാ വിഷയത്തോടും താൻ എന്തിന് പ്രതികരിക്കണമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ മറുപടി. ഞാൻ നേരത്തെ ചോദിച്ച കാര്യത്തിലേക്ക് വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരണമില്ല. ലോകത്തുള്ള എല്ലാ ന്യൂസ് ഡെസ്കിൽ നിന്ന് ശരണ്യ കൂടി ചേരുന്നുണ്ട്. ശരണ്യ, ഈ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ ഈ വന്ദേ മാതരം പൂർണ്ണമായി ചൊല്ലണമെന്ന ഈ ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം വന്നതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്. ഈ BJPയുടെ അല്ലെങ്കിൽ RSS അജണ്ട നടപ്പിലാക്കാനാണ് UDF സർക്കാർ ശ്രമിക്കുന്നത് എന്നതുൾപ്പെടെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുമ്പോഴാണ് ഈ രമേശ് ചെന്നിത്തല ഇത്തരം ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്. അതായത് ഈ വിഷയത്തോട് താൻ എന്തിന് പ്രതികരിക്കണമെന്നാണ്, എല്ലാ വിഷയത്തോടും താൻ പ്രതികരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ചെന്നിത്തല ഇപ്പോൾ ചോദ്യത്തോട് മറുപടി നൽകിയിരിക്കുന്നത്. അതെ അവന്തിക, തീർച്ചയായും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാണ്. രമേശ് ചെന്നിത്തല പ്രതികരിക്കുന്നത് തന്നെ വളരെ വിചിത്രമായൊരു പ്രതികരണം തന്നെയാണ് നമ്മൾ കണ്ടത്. ഇന്നലെ അടക്കം ചോദിച്ചപ്പോഴും ഇതേ തരത്തിൽ തനിക്ക് വിവരത്തിനെ പറ്റി വന്ദേ ഭാരത് വിഷയവുമായി ബന്ധപ്പെട്ട ഇതിനെപ്പറ്റി തനിക്കറിയില്ല എന്ന് തന്നെയായിരുന്നു ഇന്നലെ പ്രതികരിച്ചിരുന്നത്. ഇന്നിപ്പോൾ ചോദിച്ചപ്പോൾ പറയുന്നത് ഞാൻ എന്തിനു പ്രതികരിക്കണം, ലോകത്തിലുള്ള മുഴുവൻ വിഷയത്തിനെ പറ്റിയും ലോകത്തിലുള്ള മുഴുവൻ കാര്യത്തിനെ പറ്റിയും പ്രതികരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു മാധ്യമങ്ങൾക്ക് നേരെ ഇന്ന് തൃശ്ശൂരിലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് ഈ സർക്കാരിന് പോലും അതിലൊരു കൃത്യമായ ഒരു നിലപാട് ഇല്ല എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അടക്കം തന്നെ നമ്മൾ കണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം ഇതിനേക്കാൾ വിചിത്രമായ ഒരു പ്രതികരണമാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. രാജ്ഭവനിൽ നിന്ന് ഒരു നിർദ്ദേശം നൽകി, ആ നിർദ്ദേശം ഞങ്ങൾ താഴെ തട്ടിലേക്ക് എത്തിച്ചു എന്നുള്ള നിർദ്ദേശമായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അത് ചീഫ് സെക്രട്ടറിക്ക് അത് കൊടുക്കേണ്ടി വരും എന്ന ന്യായീകരണമാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രതികരിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ആഭ്യന്തരമന്ത്രി അത് പ്രതികരിക്കുമ്പോൾ ഉണ്ടാകുന്നത് താൻ എന്തിന് പ്രതികരിക്കണം, ലോകത്തുള്ള എല്ലാ വിഷയത്തിനെ പറ്റിയും പ്രതികരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളൊരു വിചിത്രവാദമാണ് രമേശ് ചെന്നിത്തല ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നെഹ്റുവും അതുപോലെ തന്നെ രവീന്ദ്രനാഥ ടാഗോർ ഉൾപ്പെടെയുള്ളവർ 1937 ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2 പേര് മാത്രം ചൊല്ലിയാൽ മതി, ആദ്യത്തെ 2 സ്റ്റാൻസ മാത്രം ചൊല്ലിയാൽ മതി എന്ന് തീരുമാനമെടുത്തതാണ്. അന്നത്തെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് ഗ്രൂപ്പ് ഒരു തീരുമാനമെടുത്തതാണ്. എന്നാൽ അതിൽ നിന്നുള്ള വിചിത്രമായിക്കൊണ്ടാണ് ഇപ്പോൾ VD സതീശൻ സർക്കാർ ഭരിക്കുന്ന UDF അതിൽ നിന്നെല്ലാം വിഭിന്നമായിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. VD സതീശൻ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഉൾപ്പെടെ കണ്ടതാണ് മുഴുവൻ സ്റ്റാൻസയും ചൊല്ലിക്കൊണ്ട് അത് അന്ന് തന്നെ ഒരു വിവാദമായിരുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അടക്കം വിവാദമായതാണ്. ഇത് മുഴുവൻ ചൊല്ലേണ്ട ആവശ്യമില്ല എന്നടക്കമുള്ള പല തരത്തിലുള്ള വിവാദങ്ങളും അന്ന് തന്നെ ഉണ്ടായതാണ്. ഇപ്പോഴാണ് ഇതിൻ്റെ ഭാഗമായി സ്വാതന്ത്ര്യദിനത്തിൽ മുഴുവനായി ചൊല്ലണം എന്നുള്ള രീതിയിലുള്ള നിർദ്ദേശമടക്കം ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അത് ചോദിക്കുമ്പോഴാണ് പലരും പല തരത്തിലുള്ള മറുപടികൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ കുറച്ച് മുൻ മുരളീധരൻ അടക്കം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, 2 പേര് മാത്രമേ സംസ്ഥാന സർക്കാർ ചൊല്ലുകയുള്ളൂ എന്നൊരു തരത്തിലുള്ള മറുപടിയായിരുന്നു മുരളീധരൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാരിന് തന്നെ കൃത്യമായൊരു നിലപാടില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിനെ അടക്കം കാവ്യവൽക്കരിക്കാനുള്ള ഏറ്റവും വലിയൊരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടത്തിയ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ക്യൂസ് മത്സരത്തിലടക്കം തന്നെ ഒരു ചോദ്യമുണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്ന വ്യക്തി ആരാണ് എന്ന ചോദ്യത്തിന് അതിന് നൽകിയിട്ടുള്ള ഉത്തരം VD സവർക്കർ എന്നതായിരുന്നു. അതിന് നൽകിയിട്ടുള്ള ഉത്തരം അതിനും കൃത്യമായ പ്രതിഷേധങ്ങൾ അതിനെതിരെയും ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നയം, ഇപ്പോൾ ഭരിക്കുന്നത് UDF ആണെങ്കിൽ പോലും ഈ കേന്ദ്രത്തിൻ്റെ നയം BJPയുടെയും RSSൻ്റെയും സംഘപരിവാറിൻ്റെയും നയങ്ങൾ കേരളത്തിൽ എങ്ങനെയൊക്കെ പ്രാവർത്തികമാക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ പ്രാവർത്തികമാക്കുക എന്നുള്ള രീതിയിലേക്കാണ് VD സതീശൻ സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ ഒരു അവസാന ഘട്ടത്തിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ, ഈ ഒരു അവസാന വിഷയം എടുക്കുമ്പോൾ പോലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ VD സതീശൻ്റെ നേതൃത്വത്തിലടക്കം VD സതീശനടക്കം സംഘപരിവാർ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണെന്നുള്ള കാര്യം ഓരോ കാര്യങ്ങൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായുള്ള ഓരോ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമാണ്. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് ഈ ഒരു സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. ശരണ്യാണ് വിവരങ്ങൾ നൽകിയത്.